നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് വിശദമായി. ഡോക്ടർ BR അംബേദ്കറുടെ പേരിൽ പാർലമെന്റിനകത്തും പുറത്തും ഭരണ പ്രതിപക്ഷ പോര്. പാർലമെന്റ് കവാടത്തിൽ ഇരുപക്ഷവും തമ്മിൽ കയ്യാങ്കളിയുണ്ടായി. കയ്യേറ്റം ചെയ്തെന്നാരോപിച്ച് ഇരുഭാഗത്തെയും നേതാക്കൾ പോലീസിനെയും ലോക്സഭാ സ്പീക്കറെയും സമീപിച്ചു. അമിത്ഷായുടെ അംബേദ്കർ വിവാദ പരാമർശത്തെ ചൊല്ലി പാർലമെന്റ് കവാടം വേദിയായത് അസാധാരണ സംഭവങ്ങൾക്ക്. അംബേദ്കർ ചിത്രങ്ങളുമായി പാർലമെന്റ് കവാടത്തിലേക്ക് ആദ്യമെത്തിയത് BJP അംഗങ്ങൾ. പിന്നാലെ പ്രതിപക്ഷാംഗങ്ങൾ നീലവസ്ത്രങ്ങൾ അണിഞ്ഞ് പ്രകടനമായി പാർലമെന്റിന് മുന്നിലേക്ക്. ഭരണ പ്രതിപക്ഷാംഗങ്ങൾ മുഖാമുഖം നിന്ന് മുദ്രാവാക്യം വിളി. അംഗങ്ങൾ തമ്മിൽ ഉന്തും തള്ളും. പിടിച്ചുതള്ളിയെന്നും മർദ്ദിച്ചെന്നും പരസ്പരം ആരോപണവുമായി ഇരുവിഭാഗവും രംഗത്തെത്തി. BJP അംഗങ്ങൾ ഭീഷണിപ്പെടുത്തിയെന്നും പിടിച്ചുതള്ളിയെന്നും രാഹുൽ ഗാന്ധി തള്ളിയിട്ട MP ദേഹത്തേക്ക് വീണ് തനിക്ക് പരിക്കേറ്റെന്ന ഒഡീഷയിൽ നിന്നുള്ള BJP MP പ്രതാപ് സാരംഗി. मुझे ऐसे रोकने की कोशिश कर रहे थे, धकेल रहे थे और मुझे धमका रहे थे, तो वो हुआ है. धमका मुक्की से हमें कुछ होता नहीं है, मगर ये एंट्रेंस है पार्लियामेंट में. हमारा अधिकार है अंदर जाने का और BJP के जो मेंबर्स हैं वो हमें अंदर जाने से रोक रहे हैं. लंबा गैप में खड़ा हुआ था. राहुल गांधी एक MP को धक्का लगा, मेरे ऊपर गिर पड़ा और मैं नीचे गिर गया. किसने धक्का मारा? राहुल गांधी ने. हाँ, राहुल गांधी ने धक्का मारा. राहुल गांधी തന്നെ BJP MPമാർ പിടിച്ചു തള്ളിയെന്നും മുട്ടിന് പരിക്കേറ്റെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ ലോക്സഭാ സ്പീക്കറോട് പരാതിപ്പെട്ടു. രാഹുൽ ഗാന്ധിക്കെതിരെ BJPയുടെ വനിതാ അംഗം ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി. BJP അംഗങ്ങൾക്കെതിരെ പരാതിയുമായി കോൺഗ്രസ് നേതാക്കളും. പാർലമെന്റിനുള്ളിലും ഇരുപക്ഷവും തമ്മിലുള്ള വാക്പോര്. രാഹുൽ മോശമായി പെരുമാറിയെന്ന BJP രാജ്യസഭാ MP ഫങ്നോൻ കൊന്യക്. Today while protesting, it was a peaceful protest. I was standing outside just below the staircase of Makar Dwar. Something happened to me which I really feel disheartened. ബഹളത്തിനിടെ രാജ്യസഭാ അധ്യക്ഷനെതിരായ അവിശ്വാസ പ്രമേയം തള്ളിയതായി രാജ്യസഭാ സെക്രട്ടറി സഭയെ അറിയിച്ചു. ബഹളത്തിനിടെ നിമിഷങ്ങൾ മാത്രമാണ് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്ന് സമ്മേളിച്ചത്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം നാളെ അവസാനിക്കും. 24 ഡൽഹി. പാർലമെന്റ് വളപ്പിലെ സംഘർഷത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തു. പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന്. ബൽറാം, എന്തൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, രാഹുൽ ഗാന്ധിക്കെതിരെ 6 വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നു എന്നാണ് നിലവിൽ ഡൽഹി പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. സെക്ഷൻ 109, 115, 117, 125, 131, 351 എന്നീ വകുപ്പുകളാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കയ്യേറ്റം, പരിക്കേൽപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകൾ അദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുണ്ട്. അനുരാഗ് സിംഗ് താക്കൂർ, ഒപ്പം തന്നെ ബാൻസുരി സ്വരാജ്, ഹേമന്ത് ജോഷി എന്നിവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇന്ന് വൈകിട്ടാണ് FIR രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ. തുടർന്ന് ഇക്കാര്യം BJP നേതാക്കളെ പോലീസ് അറിയിക്കുകയായിരുന്നു. അതേസമയം ഈ FIR രജിസ്റ്റർ ചെയ്തതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി യാതൊരു അറിയിപ്പും ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ അറിയിക്കുന്നത്. രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാക്കൾക്കെതിരെയോ ഡൽഹി പോലീസ് FIR രജിസ്റ്റർ ചെയ്തതായി ഔപചാരികമായി ഇതുവരെയും അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. രാഷ്ട്രീയമായി തന്നെ ഈ നടപടിയെ നേരിടാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന്. കർണാടകയിൽ വനിതാ മന്ത്രി ലക്ഷ്മി ഹെബ്ബാൾക്കറെ അപമാനിച്ച സംഭവത്തിൽ BJP MLC CT രവി പോലീസ് കസ്റ്റഡിയിൽ. ലക്ഷ്മി ഹെബ്ബാൾക്കറുടെ പരാതിയിലാണ് പോലീസിന്റെ നടപടി. നേരത്തെ മന്ത്രിയെ അപമാനിച്ചെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ CT രവിയെ നിയമസഭയിൽ കയറി മർദ്ദിക്കാൻ ശ്രമിച്ചിരുന്നു. ഇന്ന് ഉച്ചയോടെയായിരുന്നു ശീതകാല സമ്മേളനം നടക്കുന്ന ബലഗാവിയിലെ സുവർണ വിധാൻ സൗധയിൽ നാടകീയ രംഗങ്ങൾ. അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തിൽ BJP കോൺഗ്രസ് അംഗങ്ങൾ തമ്മിൽ രൂക്ഷമായ വാക്പോര്. സഭ പിരിയാനൊരുങ്ങുമ്പോഴായിരുന്നു വനിതാ മന്ത്രിക്കെതിരായ BJP അംഗം CT രവിയുടെ മോശം പരാമർശം. പിന്നാലെ ലക്ഷ്മി ഹെബ്ബാൾക്കർ പോലീസിനും നിയമസഭാ കൌൺസിൽ സെക്രട്ടറിക്കും പരാതി നൽകി. ഇതിനിടെ മന്ത്രിയെ അപമാനിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ നിയമസഭാ മന്ദിരത്തിൽ കയറി CT രവിയെ മർദ്ദിക്കാൻ ശ്രമിച്ചു. മന്ത്രിയുടെ പരാതി വ്യാജമെന്ന് CT രവി.
वो झूठा आरोप करना कांग्रेसियों का आदत है। अमित शाह जी के ऊपर भी झूठा आरोप किया है, मेरे ऊपर भी झूठा आरोप कर रहा है। പിന്നാലെ CT രവിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഭാരതീയ ന്യായ സംഹിത 75-79 വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 24 ചെന്നൈ. അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ സർക്കാർ ജീവനക്കാർക്കെതിരെ അച്ചടക്ക നടപടി ആരംഭിച്ചു. കൃഷിവകുപ്പിലെ മണ്ണ് സംരക്ഷണ വിഭാഗത്തിലെ 6 ഉദ്യോഗസ്ഥരെയാണ് ആദ്യഘട്ട നടപടിയിൽ സസ്പെൻഡ് ചെയ്തത്. കൈപ്പറ്റിയ തുക പലിശ സഹിതം തിരിച്ചടയ്ക്കാനാണ് നിർദ്ദേശം. 24 ഇംപാക്ട്. ക്ഷേമ പെൻഷനുകൾ കൈപ്പറ്റിയ സർക്കാർ ജീവനക്കാരുടെ പട്ടിക ധനവകുപ്പ് അതാത് വകുപ്പുകൾക്ക് കൈമാറിയിരുന്നു. വകുപ്പ് തലത്തിലാണ് അച്ചടക്ക നടപടികൾ ആരംഭിച്ചത്. കൃഷിവകുപ്പിലെ മണ്ണ് സംരക്ഷണ വിഭാഗത്തിലെ 6 സർക്കാർ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. ഗ്രേഡ് 2 അറ്റൻഡർ സാജിദ AK, വർക്ക് സൂപ്രണ്ട് നസീദ് മുബാറക്, പാർട്ട് ടൈം സ്വീപ്പർമാരായ ഭാർഗവി P, ലീല K, രജനി J, ഷീജകുമാരി G എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പ് ഡയറക്ടർ സാജു K സുരേന്ദ്രനാണ് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയത്. ക്ഷേമ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റിയ ജീവനക്കാരിൽ നിന്ന് തുക തിരികെ പിടിക്കാനുള്ള തീരുമാനവും സർക്കാർ കൈക്കൊണ്ടു. 18% പലിശ അടക്കം തിരിച്ചുപിടിക്കും. നിലവിൽ കൃഷിവകുപ്പിൽ മാത്രമാണ് നടപടിയെടുത്തത്. ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിലടക്കം നിരവധി ജീവനക്കാരാണ് സർക്കാരിനെ കബളിപ്പിച്ച് ക്ഷേമ പെൻഷനുകൾ കൈപ്പറ്റിയത്. 24 തിരുവനന്തപുരം. കോതമംഗലത്ത് 6 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയത് രണ്ടാനമ്മ. സ്വന്തം കുട്ടിയല്ലാത്തതിനാൽ ഒഴിവാക്കാനായിരുന്നു കൊലപാതകമെന്ന് പോലീസ്. ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ചുറങ്ങിയ മകൾ ഇന്ന് രാവിലെ വിളിച്ചിട്ട് എഴുന്നേറ്റില്ലെന്നായിരുന്നു കുട്ടിയുടെ പിതാവും കൊലപാതകിയായ രണ്ടാനമ്മയും പോലീസിന് രാവിലെ നൽകിയ മറുപടി. ഇൻക്വസ്റ്റിൽ കുട്ടിയുടെ ശരീരത്തിൽ കാര്യമായ മുറിവുകളൊന്നും കണ്ടെത്തിയില്ല. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. പിന്നാലെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്ന് കണ്ടെത്തിയത്. പിതാവ് അജാസ് ഖാനെയും രണ്ടാനമ്മയും ചോദ്യം ചെയ്തപ്പോൾ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞു. കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്ന് അൻസിയ പോലീസിനോട് സമ്മതിച്ചു. പോസ്റ്റ്മോർട്ടമിൽ കിട്ടിയിട്ടുള്ള ഇത് റിപ്പോർട്ട് അനുസരിച്ച് ഇത് ഒരു സ്മോത്തറിംഗ് ആണ്. സോ ഇത് നമുക്ക് ഉടൻ തന്നെ കുറച്ച് സംശയം തോന്നി ഇത് മർഡറാണ്. ഈ കുട്ടിയുടെ അച്ഛൻ പിന്നെ രണ്ടാമത്തെ അമ്മ സ്റ്റെപ്പ് മദറാണ്. ഇന്നലെ രാത്രി അജാസ് ഖാൻ വീട്ടിൽ നിന്നും പുറത്തു പോയപ്പോഴാണ് കുട്ടിയുടെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിൽ അജാസ് ഖാന് പങ്കില്ലെന്നാണ് പോലീസിന്റെ നിഗമനം. അനീസയെ നാളെ കോടതിയിൽ ഹാജരാക്കും. 24 കൊച്ചി. വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ കോടതി വെറുതെ വിട്ട അർജുൻ കീഴടങ്ങണം എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. 10 ദിവസത്തിനകം കട്ടപ്പന പോക്സോ കോടതിയിൽ കീഴടങ്ങാനാണ് നിർദ്ദേശം. നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അപ്പീലിൽ മറുപടി സത്യവാങ്മൂലം നൽകിയിരുന്നില്ല. കോടതി നടപടിയിൽ ആശ്വാസമെന്ന് പെൺകുട്ടിയുടെ പിതാവ് വ്യക്തമാക്കി. കുറ്റവിമുക്തനാക്കപ്പെട്ടയാളോട് കീഴടങ്ങാൻ കോടതി നിർദ്ദേശിക്കുന്നത് അപൂർവ നടപടി. നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അപ്പീലിൽ അർജുൻ മറുപടി സത്യവാങ്മൂലം നൽകിയില്ല. ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ കടുത്ത നടപടി. അർജുൻ കീഴടങ്ങിയില്ലെങ്കിൽ ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിക്കാൻ പോക്സോ കോടതിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ബോണ്ട് നൽകിയാൽ അർജുനെ വിട്ടയക്കാമെന്നും നിർദ്ദേശമുണ്ട്. 50,000 രൂപയുടെ ബോണ്ടും 2 പേരുടെ ആൾജാമ്യവുമാണ് നിർദ്ദേശിക്കുന്നത്. 10 ദിവസത്തിനകം കട്ടപ്പനയിലെ പോക്സോ കോടതിയിലെത്തി ജാമ്യ ഉത്തരവ് നടപ്പാക്കണം. അല്ലാത്തപക്ഷം പോലീസിന് അർജുനെ അറസ്റ്റ് ചെയ്യാമെന്നും ഹൈക്കോടതി. കോടതി നടപടിയിൽ ആശ്വാസമെന്ന് പെൺകുട്ടിയുടെ പിതാവ്. ഇങ്ങനൊരു അറസ്റ്റ് ചെയ്യണം, പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോവാന്നുള്ള ഒരു വാർത്തയാണ് കിട്ടിയത്. ഇത്രയും ദിവസം നമ്മൾ വിഷമത്തിലിരുന്ന് നമുക്കൊരു ആശ്വാസമാണ് ഇന്നത്തെ ഒരു വാർത്ത. അതുകൊണ്ട് ഹൈക്കോടതിക്ക്, ജഡ്ജിമാർക്ക് പ്രത്യേകിച്ച് നന്ദി പറയണം. അതേപോലെ തന്നെ സർക്കാരും ഇതിനകത്ത് ഇടപെട്ടെന്ന് അറിഞ്ഞായിരുന്നു. അപ്പോൾ സർക്കാരിനും നന്ദി പറയുന്നുണ്ട്. അർജുന്റെ അഭിഭാഷകൻ SK ആദിത്യൻ ഹൈക്കോടതിയിലെ വക്കാലത്ത് ഒഴിഞ്ഞിരുന്നു. വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരെ ബലാത്സംഗം ചെയ്തു കൊന്ന കേസിലെ പ്രതിയാണ് അർജുൻ. അർജുനെ നേരത്തെ വിചാരണ കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു. ഇതിനെതിരായ സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. 24 കൊച്ചി. സംസ്ഥാനത്തെ വ്യത്യസ്ത വാഹന അപകടങ്ങളിൽ 3 മരണം. ചേർത്തലയിൽ കാറും മിനി ബസും കൂട്ടിയിടിച്ച് വീട്ടമ്മ മരിച്ചു. കൊല്ലം അഞ്ചലിൽ പിക്കപ്പ് വാൻ ഇടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു. എറണാകുളം കാക്കനാട് ടിപ്പറിനും മണ്ണുമാന്തി യന്ത്രത്തിനും ഇടയിൽപ്പെട്ട് ടിപ്പർ ഡ്രൈവറും മരിച്ചു. ചേർത്തല റെയിൽവേ സ്റ്റേഷന് സമീപം ഉച്ചകഴിഞ്ഞ് 2:30 കാറും മിനി ബസും കൂട്ടിയിടിച്ച് വീട്ടമ്മ മരിച്ചത്. എരമല്ലൂർ സ്വദേശിനി 60-കാരി അംബികയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കൊല്ലം അഞ്ചൽ ആലഞ്ചേരിയിൽ പിക്കപ്പ് വാൻ ഇടിച്ചാണ് ഏരൂർ ചില്ലിംഗ് പ്ലാന്റ് തിരുവോണത്തിൽ ബാലചന്ദ്രൻ മരിച്ചത്. പുലർച്ചെ 5:45 റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. കാക്കനാട് മെട്രോ നിർമ്മാണ സ്ഥലത്ത് ടിപ്പറിനും മണ്ണുമാന്തി യന്ത്രത്തിനും ഇടയിൽപ്പെട്ട് ടിപ്പർ ഡ്രൈവർ ആലുവ സ്വദേശി അഹമ്മദ് നൂറിന് ദാരുണാന്ത്യം.
മണ്ണുമാന്തി യന്ത്രം പിന്നോട്ടെടുക്കുന്നതിനിടെയായിരുന്നു അപകടം. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലെ കോന്നി മുറിഞ്ഞകൽ ജംഗ്ഷനിൽ ടിപ്പർ ശബരിമല തീർത്ഥാടകരുടെ ബൈക്കിലേക്ക് ഇടിച്ചുകയറി ബൈക്ക് യാത്രികന് പരിക്കേറ്റു. കോഴിക്കോട് ബാലുശ്ശേരി കരിമലയിൽ കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് 3 പേർക്ക് നിസ്സാര പരിക്കേറ്റു. ഇരിട്ടി സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. 24 കൊച്ചി. കണ്ണൂർ സർവകലാശാലയുടെ 1ാം വർഷ ഡിഗ്രി പരീക്ഷാഫലം ചോർന്നതായി KSU. ഔദ്യോഗികമായി പ്രഖ്യാപിക്കാത്ത പരീക്ഷാഫലം വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിച്ചു എന്നാണ് ആരോപണം. ആരോപണത്തിന് പിന്നാലെ പരീക്ഷാഫലം സർവകലാശാല പുറത്തുവിട്ടു. ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിൽ അന്വേഷണം അധ്യാപകരിലേക്കും. ആരോപണ വിധേയരായ യൂട്യൂബ് ചാനൽ MS സൊല്യൂഷൻസുമായി സഹകരിച്ച എയ്ഡഡ് സ്കൂൾ അധ്യാപകരെ കേന്ദ്രീകരിച്ചാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം. സംഭവത്തിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് വിദ്യാർത്ഥി സംഘടനകൾ. ചോദ്യപേപ്പർ ചോർച്ചയിൽ അധ്യാപകർക്ക് പങ്കുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ച വിവരം. ആരോപണ വിധേയരായ MS സൊല്യൂഷൻസിന്റെ ക്ലാസുകളുമായി സഹകരിച്ചിരുന്ന അധ്യാപകരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. MS സൊല്യൂഷൻസിനെ കൂടാതെ ഏതാനും ട്യൂഷൻ സ്ഥാപനങ്ങളുമായി ചില സർക്കാർ എയ്ഡഡ് അധ്യാപകർ സഹകരിക്കുന്നുണ്ടെന്ന വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ CPIM ബന്ധമുള്ള വൻ സ്രാവുകളാണെന്നും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും കോൺഗ്രസ്. ഇതിനകത്തുള്ളത് CPM നേതാക്കളും CPM സഹയാത്രികരും CPM അനുകൂല ഉദ്യോഗസ്ഥരുമായ സാഹചര്യത്തിൽ CPMന്റെ നേതാവ് ആഭ്യന്തരം കൈയാറുന്ന കേരളത്തിൽ ഈ ഗുരുതരമായ അന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ചിൽ വിശ്വാസം. ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച് KSU പ്രവർത്തകർ തിരുവനന്തപുരത്ത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. MSF പ്രവർത്തകർ കോഴിക്കോട് DDE ഓഫീസിലേക്ക് നടത്തിയ പ്രകടനത്തിലും സംഘർഷമുണ്ടായി. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. 24 കോഴിക്കോട്. ആന എഴുന്നള്ളിപ്പിൽ ദേവസ്വങ്ങൾക്ക് ആശ്വാസം. എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി മാർഗരേഖ സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. നിലവിലുള്ള ചട്ടങ്ങൾ പാലിച്ച് ആന എഴുന്നള്ളിപ്പ് നടത്താം എന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. ഉത്തരവിനെ ദേവസ്വങ്ങൾ സ്വാഗതം ചെയ്തു. വർഷങ്ങളായി നടത്തിവരുന്ന ആഘോഷമാണ് പൂരമെന്നും ഇതുവരെയും അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നും കേസ് പരിഗണിച്ച ഘട്ടത്തിൽ ഹർജിക്കാർക്ക് വേണ്ടി കപിൽ സിബൽ വാദിച്ചു. പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട നിബന്ധനകൾ പാലിക്കുന്നതിൽ ഇതുവരെയും വീഴ്ച വരുത്തിയിട്ടില്ല. സ്ഥലപരിമിതി ഒരു പ്രശ്നമായതിനാൽ ആനകളെ 3 മീറ്റർ അകലത്തിൽ നിർത്താൻ കഴിയില്ലെന്നും ഹർജിക്കാർ വാദിച്ചു. ആനകളുടെ ക്ഷേമത്തിനാണ് ഹൈക്കോടതി മാർഗനിർദ്ദേശമെന്നായിരുന്നു മൃഗസംഘടനയുടെ മറുവാദം. ഹൈക്കോടതി നിർദ്ദേശമായ 3 മീറ്റർ അകലത്തിൽ ആനകളെ നിർത്തുന്നത് അപ്രായോഗികമെന്നായിരുന്നു സുപ്രീംകോടതി നിരീക്ഷണം. ഇതോടെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശങ്ങൾ സുപ്രീംകോടതി സ്റ്റേ ചെയ്തത്. ഹൈക്കോടതി നിർദ്ദേശത്തിന് പുറമെയുള്ള നിബന്ധനകൾ പാലിക്കണമെന്നും ദേവസ്വങ്ങളോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. സുപ്രീംകോടതി ഉത്തരവ് പൂരപ്രേമികളുടെ വിജയമെന്നായിരുന്നു ദേവസ്വങ്ങളുടെ പ്രതികരണം. ദേവസ്വങ്ങൾക്ക് വളരെയധികം ആശ്വാസമായി. ദേവസ്വങ്ങൾക്ക് മാത്രമല്ല, എല്ലാ പൂരം, വേല, പെരുന്നാള് ആഘോഷിക്കുന്ന എല്ലാ കമ്മിറ്റികൾക്കും വലിയ ആശ്വാസമാണ്. വീണ്ടും ഒരു സ്റ്റേ അനുവദിച്ചിരിക്കുകയാണ്. ഈ സ്റ്റേ അനുവദിക്കണമെങ്കിൽ അത്രയും മനസ്സിലാക്കിയിട്ടാണ്, ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിയിട്ടാണ് തിരുവമ്പാടി ദേവസ്വവും പാറമേക്കാവ് ദേവസ്വമല്ല ഇതിൽ വിജയം ആഘോഷിക്കുന്നത്. അതിനുവേണ്ടി പണിയെടുത്തിട്ടുള്ള, ഇതിന് പിന്നിലുള്ള ധാരാളം ആൾക്കാരുണ്ട്. ആന ഉടമസ്ഥരുണ്ട്, പൂരം പ്രേമികളുണ്ട്. പല ക്ഷേത്രങ്ങളിലും ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന മൃഗസംഘടനയുടെ വാദത്തിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ഉത്തരവാദിത്തം ദേവസ്വങ്ങളുടേതായിരിക്കുമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. ദേവസ്വങ്ങളുടെ ഹർജിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും എതിർകക്ഷികൾക്കും നോട്ടീസ് നൽകി. 24 ഡൽഹി. മന്ത്രി AK ശശീന്ദ്രൻ തുടരട്ടെയെന്ന CPIM. പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. മന്ത്രിമാറ്റം അനുവദിക്കാത്തതിൽ NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ കടുത്ത അമർഷത്തിലാണ്. തനിക്കെതിരായ നീക്കത്തിന് പിന്നിൽ PC ചാക്കോ എന്ന് മന്ത്രി AK ശശീന്ദ്രൻ 24നോട് തുറന്നടിച്ചു. CPIM കേന്ദ്ര നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തി തോമസ് കെ തോമസിനെ മന്ത്രിസഭയിലെത്തിക്കാൻ NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ കിണഞ്ഞു ശ്രമിക്കുകയായിരുന്നു. NCP ദേശീയ അധ്യക്ഷൻ ശരത് പവാർ അഭ്യർത്ഥിച്ചതനുസരിച്ച് PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് CPIM സംസ്ഥാന നേതൃത്വത്തോട് സംസാരിച്ചിരുന്നു. ഇതിനുള്ള CPIM സംസ്ഥാന നേതൃത്വത്തിന്റെ മറുപടിയാണ് തോമസ് കെ തോമസിന്റെ വഴിയടച്ചുകൊണ്ടുള്ള തീരുമാനം. AK ശശീന്ദ്രനെ മാറ്റേണ്ടെന്ന നിലപാടാണ് പാർട്ടി ദേശീയ നേതൃത്വത്തെ അറിയിച്ചത്. ശശീന്ദ്രനെ മാറ്റുന്നത് ഗുണം ചെയ്യില്ലെന്നാണ് CPIM വിലയിരുത്തൽ. മന്ത്രിസ്ഥാനം ലഭിക്കാൻ
ശരത് പവാർ വഴി പാർട്ടി ദേശീയ നേതൃത്വത്തിനുമേൽ സമ്മർദ്ദം ചെലുത്താൻ PC ചാക്കോ ശ്രമിച്ചതിൽ CPIM സംസ്ഥാന നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. തോമസ് കെ തോമസിനെതിരെ MLA-മാരെ കൂറുമാറാൻ കോഴ വാഗ്ദാനം ചെയ്തതടക്കമുള്ള സാമ്പത്തിക ആരോപണങ്ങളുമുണ്ട്. ഇക്കാര്യങ്ങളും മുഖ്യമന്ത്രി ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനുള്ള നീക്കം പൊളിഞ്ഞതോടെ NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ കടുത്ത പ്രതിരോധത്തിലാണ്. പാർട്ടിയിൽ മന്ത്രിയെ സ്വന്തമായി തീരുമാനിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ഈ അപമാനകരമായ സ്ഥിതിയിൽ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കാൻ താൽപര്യമില്ലെന്നും ചാക്കോ സഹപ്രവർത്തകരെ അറിയിച്ചു. എന്നാൽ മന്ത്രിമാറ്റത്തിൽ ചാക്കോയെ വിമർശിച്ച് AK ശശീന്ദ്രൻ രംഗത്ത് വന്നു. 5 വർഷത്തിനിടയിൽ മന്ത്രിയെ മാറ്റുന്ന പ്രശ്നമേയില്ല എന്ന് കേരളീയ സമൂഹത്തോട് ഇടയ്ക്കിടെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നത് ശ്രീ PC ചാക്കോ ആയിരുന്നു. അദ്ദേഹത്തിന് ആ നിലപാടിൽ നിന്നും തോമസ് കെ തോമസിനൊരു അവസരം കൊടുക്കണമെന്ന് നിലപാടിലേക്ക് അദ്ദേഹം എത്തി. യഥാർത്ഥത്തിൽ മന്ത്രിക്കെതിരെയുള്ളൊരു കുറ്റപത്രം തയ്യാറാക്കുന്ന യോഗമായി മാറിപ്പോയോ എന്ന് പലർക്കും സംശയമുണ്ടാക്കത്തക്ക വിധത്തിലാണ് അത് പറഞ്ഞത്. മന്ത്രിമാറ്റം നടന്നില്ലെങ്കിൽ പ്രതിഷേധ സൂചകമായി AK ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് പിൻവലിക്കാൻ PC ചാക്കോ വിഭാഗം ആലോചിക്കുന്നുണ്ട്. ഇതിനായി ശരത് പവാറിന്റെ അനുമതിക്കായി കാത്തിരിക്കുകയാണ്. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ്. പാർലമെന്റ് കവാടങ്ങളിൽ പ്രതിഷേധത്തിന് വിലക്ക്. ധർണകളും പ്രകടനങ്ങളും നടത്തുന്നത് വിലക്കിക്കൊണ്ട് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ കർശന നിർദ്ദേശം. വിവരങ്ങളുമായി അച്യുതൻ ചേരുന്നുണ്ട് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഇന്നുണ്ടായ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണല്ലോ അല്ലെ ഇപ്പോഴത്തെ നടപടി? തീർച്ചയായിട്ടും ഉന്മേഷ്, ഇന്ന് രാവിലെയാണ് പാർലമെന്റ് കവാടത്തിന് മുൻപിൽ BJP എംപിമാരും NDAയുടെ എംപിമാരും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയുടെ എംപിമാരും തമ്മിൽ ചില ഉണ്ടും തള്ളലും ഉണ്ടായത്. അതിനുശേഷം എംപിമാർ 3 BJPയുടെ എംപിമാർ രാഹുൽ ഗാന്ധിക്കെതിരെ രംഗത്ത് വരികയും പരാതി നൽകുകയും അതിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കുന്ന ഒരു പശ്ചാത്തലവും ഉണ്ടായി. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കർശന നിർദ്ദേശം ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ആ നിർദ്ദേശം എന്നത് പാർലമെന്റിന്റെ ഒരു കവാടങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങളോ ധർണകളോ പാടില്ല. ആ ധർണകൾക്കും പ്രകടനങ്ങൾക്കുമാണ് ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നുണ്ടായ അനിഷ്ട സംഭവങ്ങളെ തുടർന്നാണ് നിലവിൽ ഇപ്പോൾ ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാർലമെന്റിന്റെ ഒരു കവാടങ്ങളിലും പ്രതിഷേധിക്കുവാൻ പാടില്ല എന്ന നിർദ്ദേശമാണ് രാഷ്ട്രീയ പാർട്ടികൾക്കും അംഗങ്ങൾക്കും ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഉമേഷ്, അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മുംബൈയിൽ ബോട്ട് അപകടത്തിൽപ്പെട്ട് ഒറ്റപ്പെട്ട 7 വയസ്സുകാരൻ ഒടുവിൽ രക്ഷിതാക്കളുടെ അടുത്തെത്തി. പത്തനംതിട്ട സ്വദേശി ജോർജ് മാത്യുവിന്റെ മകൻ ഏബലാണ് പിതാവിന്റെയും മാതാവിന്റെയും അരികിലേക്ക് മടങ്ങിയെത്തിയത്. ജീവൻ തിരിച്ചു കിട്ടിയത് അത്ഭുതകരമെന്ന് ജോർജ് മാത്യുവിന്റെ ഭാര്യ നിഷ 24നോട് പറഞ്ഞു. നേവിക്കാരുടെ സ്പീഡ് ബോട്ട് വന്നിങ്ങനെ സ്റ്റണ്ടിങ് ഒക്കെ ഇങ്ങനെ വളഞ്ഞു വരുമായിരുന്നു. അന്നേരം അതിലുള്ള ആള് വിചാരിച്ച് ഇത് ഇടിക്കത്തില്ലെന്ന്, പെട്ടെന്ന് തിരിച്ചെടുക്കാമെന്ന്. പക്ഷെ നേരെ വന്ന് ഇടിക്കുമായിരുന്നു ചെയ്ത് ബോട്ടിലിട്ട്. പേടിയുടെ ലാഞ്ചന പോലും ഇല്ലാതെയാണ് ഏബൽ ഇപ്പോൾ സംസാരിക്കുന്നത്. ആത്മവിശ്വാസത്തെ മുറുകെ പിടിച്ചാണ് വലിയ ദുരന്തത്തെ അതിജീവിച്ചതും. വിദേശത്ത് ജോലിയുള്ള പിതാവ് മടങ്ങിയെത്തിയപ്പോഴാണ് മുംബൈയിലൊന്ന് കറങ്ങാൻ തീരുമാനിക്കുന്നത്. ബോട്ട് യാത്ര ഏബലിന്റെ നിർബന്ധമായിരുന്നു. മരണത്തെ മുഖാമുഖം കണ്ട നിമിഷത്തിൽ രക്ഷാബോട്ടുകളിലൊന്നിൽ മകനെ കയറ്റി അയച്ചതാണെന്ന് പറയുന്നു മാതാവ് നിഷ. അത് മുങ്ങാൻ തുടങ്ങിയപ്പോൾ കൊച്ചിനെല്ലാവരും ഞങ്ങൾ രക്ഷപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അതിൽ ഞങ്ങൾ 5 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെല്ലാവരും കയറിപ്പോയി. പിന്നെ ലാസ്റ്റിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾ ലാസ്റ്റിലാണ് കയറിയത്. ആശുപത്രിയിൽ അമ്മയെ കാണാതെ വിഷമിച്ച ഏബലിനെ പോലീസിന്റെ ഇടപെടലാണ് അതിവേഗം രക്ഷിതാക്കളിലേക്ക് എത്തിച്ചത്. ലൈഫ് ജാക്കറ്റുകൾ ആവശ്യത്തിന് ഇല്ലായിരുന്നെന്ന് പറയുന്നുണ്ട് കുടുംബം. പക്ഷേ ഇന്ന് മുംബൈയിൽ നിന്നുള്ള ബോട്ട് സർവീസുകളിലെല്ലാം സ്ഥിതി മാറിയിട്ടുണ്ട്. വലിയ ദുരന്തത്തിന് ശേഷം പിറ്റേ ദിവസം എലിഫന്റ കേവ്സിലേക്ക് യാത്രക്കാരുമായി ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് പോകുന്ന ബോട്ടാണ് ഇപ്പോൾ കണ്ടത്. വലിയ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഇന്ന് ഏതായാലും ബോട്ടിലുണ്ട്. ഈ ജാഗ്രതയുടെ തുടർച്ചയാണ് ഇനി ഉണ്ടാവേണ്ടത്. മുംബൈയിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24 ക്യാമ്പയിൻ തുടരുന്നു. തലവെക്കല്ലേ തട്ടിപ്പാണ്. വെർച്വൽ അറസ്റ്റ് തട്ടിപ്പ് നീക്കം പരാജയപ്പെടുത്തി എറണാകുളം സ്വദേശിയായ നഴ്സ്. ആധാർ കാർഡും ഫോൺ നമ്പറും ദുരുപയോഗം ചെയ്തെന്ന് പറഞ്ഞാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ നഴ്സ് ചിന്നുമോളെ തട്ടിപ്പ് സംഘം സമീപിച്ചത്. കേരള പോലീസുമായി സംസാരിച്ചോളാം എന്ന് ഭർത്താവ് മറുപടി നൽകിയതോടെ തട്ടിപ്പ് സംഘം മുങ്ങി. എറണാകുളം പൂക്കാട്ടുപടി സ്വദേശിനിയായ ചിന്നുമോൾക്ക് ഇന്നലെ രാവിലെയാണ് ടെലികോം അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരെന്ന് പരിചയപ്പെടുത്തി വ്യാജ ഫോൺ കോൾ വരുന്നത്. ഇവരുടെ തിരിച്ചറിയൽ കാർഡ് വഴിയെടുത്ത സിം ഉപയോഗിച്ച്
അശ്ലീല വീഡിയോകളും സന്ദേശങ്ങളും അയച്ചതിന് മുംബൈയിൽ 17ഓളം കേസുകൾ ഉണ്ടെന്നായിരുന്നു തട്ടിപ്പ് സംഘം പങ്കുവച്ച വിവരം. സിം തന്റേതല്ലെന്ന് ചിന്നു അറിയിച്ചതോടെ മുംബൈ അന്ധേരി പോലീസ് സ്റ്റേഷനിലേക്ക് വിവരങ്ങൾ കൈമാറണമെന്ന് പറഞ്ഞ് ഫോൺ മറ്റൊരാളെ കണക്ട് ചെയ്തു. സാധാരണക്കാരെ വിശ്വസിപ്പിക്കുന്ന തരത്തിലായിരുന്നു തട്ടിപ്പ് സംഘത്തിന്റെ ഇടപെടൽ. തട്ടിപ്പ് സംഘം അറിയിച്ച വിവരങ്ങൾ ചിന്നു നിഷേധിച്ചു. ഇതോടെ 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. They contact me by warning and they are going to disconnect or suspending my phone number. A total of 17 complaints and 1 FIR came to our Mumbai police station to complain and report with. There is a mobile number 8451879980. Is this number you are using? No sir, this is the unknown number. 2 മണിക്കൂറിനുള്ളിൽ മുംബൈയിലെത്തണമെന്ന് പറഞ്ഞായിരുന്നു ഭീഷണി. ഇതുകൊണ്ട് നിങ്ങൾക്ക് ഇംപ്രസൺമെന്റ് വരെ സംഭവിക്കാം എന്ന രീതിയിൽ എന്നെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്കായിട്ട് മാറി. അപ്പോൾ ഞാൻ ശരിക്കും പാനിക്കായി പോയി അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന്. പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, നമ്മുടെ ID പ്രൂഫ് നമ്മൾ പലയിടത്തും സബ്മിറ്റ് ചെയ്യുന്നുണ്ട്, അതൊന്നും മിസ്യൂസ് ചെയ്യില്ല എന്ന് 100% നമുക്ക് പറയാനും പറ്റില്ല. അപ്പം ഞാൻ ശരിക്കും പാനിക്കായി പോയി. ഉന്നത ഉദ്യോഗസ്ഥന് ഫോൺ കൈമാറുന്നു എന്ന് പറഞ്ഞ സംഭാഷണം തുടരുന്നതിനിടയിൽ വീട്ടിലെത്തിയ ഭർത്താവ് തട്ടിപ്പ് സംഘത്തിന്റെ നീക്കം പൊളിച്ചു. വൈഫ് പറയല്ലേ, ഇത് വലിയ ഡീല് നടക്കുകയാണ്, എന്തോ ഇഷ്യൂ ആണെന്നുള്ള രീതിയിലാണ് വൈഫ് അത്രയ്ക്കും സീരിയസിനോട് പാനിക്കായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വേഗം സീനിയർ ഓഫീസർ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്താനായിട്ട് വെർച്വൽ വീഡിയോ ചാറ്റിൽ വരാമെന്നും പറഞ്ഞിട്ട് നേരെ വാട്സപ്പിലേക്ക് വരികയാണ്. വാട്സപ്പിലേക്ക് തന്നെ വന്നിട്ട് ഞാൻ ഹിന്ദിയിൽ സംസാരിച്ചു. നിങ്ങൾ ആരാണെന്ന് ചോദിച്ചപ്പോഴും ഞാൻ അന്ധേരി പോലീസാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അന്ധേരി പോലീസും ഞങ്ങൾക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. വീഡിയോ കോൾ വഴി ഭീഷണിപ്പെടുത്തി പണം തട്ടാനായിരുന്നു തട്ടിപ്പ് സംഘത്തിന്റെ നീക്കം. ഫോൺ സംഭാഷണങ്ങൾ സഹിതം സംഭവത്തിൽ വിശദമായ പരാതി നഴ്സും കുടുംബവും പോലീസിന് നൽകിയിട്ടുണ്ട്. 24 കൊച്ചി. സംസ്ഥാനത്ത് ഡിജിറ്റൽ ഹവാല ഇടപാടിൽ കുടുങ്ങിയവരിൽ സ്ത്രീകളും പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളും എന്ന് വെളിപ്പെടുത്തൽ. ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് വെളുപ്പിക്കാനെത്തിയത് 15 ലക്ഷം രൂപ വരെയെന്നാണ് മുൻ സംഘാംഗത്തിന്റെ വെളിപ്പെടുത്തൽ. ഇതിനിടെ ഡിജിറ്റൽ ഹവാല ഇടപാടിൽ അറസ്റ്റിലായ പ്രതിക്ക് UAPA വകുപ്പ് പ്രകാരം കേസുള്ളതിനാൽ റിപ്പോർട്ട് പോലീസ് NIAക്ക് കൈമാറി. ഡിജിറ്റൽ ഹവാല ശൃംഖലയുടെ സ്വാധീനം എത്രയെന്ന് വ്യക്തമാക്കുന്നതാണ് പുതിയ വെളിപ്പെടുത്തൽ. ചെറുപ്പക്കാർക്ക് പുറമെ ഇടപാടിൽ കുടുങ്ങിയവരിൽ സ്ത്രീകളും പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളുമുണ്ടെന്നാണ് കണ്ടെത്തൽ. സാധാരണക്കാരായ വീട്ടമ്മമാരുടെയും വിദ്യാർത്ഥികളുടെ മൈനർ അക്കൗണ്ടും ഡിജിറ്റൽ തട്ടിപ്പിലൂടെ നേടിയ പണം വെളുപ്പിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അക്കൗണ്ട് ഉടമകളിൽ പലർക്കും ചോദ്യം ചെയ്യലിന് മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസ് നോട്ടീസ് അയച്ചു. അക്കൗണ്ടുകളൊക്കെ ഫ്രീസ് ആയ സമയത്ത് ഞങ്ങൾ പ്രശ്നം ഭയങ്കര അവരായിട്ട് ഇതായി. ആ സമയത്താണ് അവരിങ്ങനെ പറയുന്നത് ഞങ്ങൾ ഇത്രയും പേരായിട്ട് ഇതൊക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞത് വലിയൊരു റാക്കറ്റാണ്. അങ്ങനെയാണ് ഞാൻ സ്പെഷ്യൽ ബ്രാഞ്ചിൽ നമുക്കറിയാവുന്ന ഒരു സാറിൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് കാര്യമൊക്കെ പറയുന്നത്. അതേസമയം ഡിജിറ്റൽ ഹവാല ഇടപാടിന് പിന്നിൽ കൂടുതൽ ഏജന്റുമാർ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇവർക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. തന്റെ അറിവിൽ 100-ലധികം പേർ ശൃംഖലയിൽ കുടുങ്ങിയിട്ടുണ്ടെന്നും മുൻ സംഘാംഗം വെളിപ്പെടുത്തുന്നു. സ്ത്രീകളുണ്ട്, പ്രായപൂർത്തിയാകാത്തവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 18 വയസ്സായ ആൾക്കാരുണ്ട്, അതെനിക്ക് അറിയാം. സ്ത്രീകൾ എന്തായാലും ഇപ്പോൾ എൻ്റെ ഇതിൽ തന്നെ ഒരു 4 സ്ത്രീകളുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ വേറെ അവിടെ, അതിലും മിക്കവാറും സ്ത്രീകളാണ് അധികം. ഇതിനിടെ ഡിജിറ്റൽ ഹവാല ഇടപാടിൽ ഭീകരവാദ സാന്നിധ്യം സംശയിക്കുന്നതിനാൽ NIAക്ക് പോലീസ് റിപ്പോർട്ട് കൈമാറി. അറസ്റ്റിലായ ഏജന്റുമാരിൽ ഒരാൾക്കെതിരെ ഹൈദരാബാദിൽ NIA കേസുണ്ടെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് നടപടി. കേസിൽ NIAക്ക് മുൻ സംഘാംഗം ഇന്നലെ മൊഴി നൽകുകയും ചെയ്തു. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. CMRL എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട SFIO കണ്ടെത്തലിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആരോപണം കടുപ്പിച്ച് പ്രതിപക്ഷം. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സാലോജിക് കമ്പനിയുമായി ബന്ധമുള്ള പ്രമുഖ വ്യക്തിയുമായി CMRL പണമിടപാട് നടത്തിയെന്ന SFIO കണ്ടെത്തലാണ് പ്രതിപക്ഷം ആയുധമാക്കുന്നത്. ഏരിയ ജില്ലാ സമ്മേളന കാലത്ത് CPIMനെ പ്രതിരോധത്തിലേക്ക് തള്ളിവിടുന്നതാണ് SFIO ഡൽഹി ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുന്ന വിവരങ്ങൾ. അന്വേഷണത്തിലെ കണ്ടെത്തലുകളിൽ ഗുരുതര സ്വഭാവത്തിലുള്ള കാര്യങ്ങൾ വെളിപ്പെട്ടതോടെ പ്രതിപക്ഷവും CPIMനും സർക്കാരിനുമെതിരെ രംഗത്തെത്തി കഴിഞ്ഞു. ഈ മോണോസൈറ്റ് ഇവിടെ നിന്നും കൊള്ള ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എങ്ങോട്ടേക്ക് പോയി എന്നുള്ളത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ബാക്കിയാണോ ഈ തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ട, ഞാൻ പറഞ്ഞല്ലോ ബോംബ് നിർമ്മാണത്തിനൊക്കെ ഉപയോഗിക്കാവുന്ന ധാതുമണലാണ് നമുക്കിവിടെ നിന്നും മോഷ്ടിക്കപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് SFIO റിപ്പോർട്ടിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നതെന്നും പ്രതിപക്ഷ നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്താണോ നമ്മൾ പറഞ്ഞത് അതിനെ പൂർണ്ണമായും ശരിവെക്കുന്ന അടിവരയിടുന്ന റിപ്പോർട്ട് അല്ലെങ്കിൽ സബ്മിഷനാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ കടലാസ് കമ്പനി വഴി കോടാനുകോടി കൈക്കൂലി വാങ്ങാനുള്ള അവസരമായി വാങ്ങിയിരുന്നു. അത് പിണറായി വിജയനിലേക്ക് തന്നെയാണ് എത്തുന്നത്.
SFI അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നിട്ടും മുഖ്യമന്ത്രിയോ CPIM നേതൃത്വമോ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. 24 തിരുവനന്തപുരം. കോന്നി മുറിഞ്ഞകല്ലിൽ വാഹനാപകടത്തിൽ മരിച്ച നവദമ്പതികൾ ഉൾപ്പെടെ 4 പേർക്കും വിട നൽകിയ ജന്മനാട്. 20 ദിവസം മുൻപ് നിഖിലിന്റെയും അനുവിന്റെയും വിവാഹത്തിന് വേദിയായ പൂങ്കാവ് സെന്റ് മേരീസ് പള്ളി ഇന്ന് 4 പേരുടെയും അന്ത്യചടങ്ങുകൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. ഒരേ കല്ലറയിലാണ് നിഖിലിനും അനുവിനും അന്ത്യവിശ്രമം ഒരുക്കിയത്. ഒന്നിച്ചു കണ്ട സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ബാക്കി. കണ്ണീരോടെ 4 പേർക്കും ജന്മനാടിന്റെ വിട. കോന്നി മല്ലശ്ശേരി സ്വദേശികളായ നിഖിൽ ഈപ്പൻ, ഭാര്യ അനു, അനുവിന്റെ പിതാവ് ബിജു ജോർജ്, നിഖിലിന്റെ പിതാവ് ഈപ്പൻ മത്തായി എന്നിവർക്കാണ് ഞായറാഴ്ച പുലർച്ചെയുണ്ടായ അപകടത്തിൽ ജീവൻ നഷ്ടമായത്. പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക പള്ളിയിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. 20 ദിവസം മുമ്പ് അനുവിന്റെയും നിഖിലിന്റെയും വിവാഹം നടന്നതും ഇതേ പള്ളിയിലായിരുന്നു. നിഖിലിന്റെയും അനുവിന്റെയും വീട്ടിലെ പൊതുദർശനത്തിനു ശേഷമായിരുന്നു സംസ്കാര ശുശ്രൂഷകൾ. ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കമുള്ളവർ ആദരാഞ്ജലി അർപ്പിച്ചു. മലേഷ്യയിലെ മധുവിധു കഴിഞ്ഞെത്തിയ അനുവിനെയും നിഖിലിനെയും ഇരുവരുടെയും പിതാക്കന്മാർ കൂട്ടിക്കൊണ്ടുവരുമ്പോഴായിരുന്നു അപകടം. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീജിത് ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. നഷ്ടപ്പെട്ട സാമുദായിക പിന്തുണ തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ്. പ്രതിപക്ഷ നേതാവ് VD സതീശന് മാരാമൺ കൺവെൻഷനിലും 11 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം NSS ആസ്ഥാനത്തെ മന്നം ജയന്തി ആഘോഷത്തിൽ രമേശ് ചെന്നിത്തലയ്ക്കും ക്ഷണം ലഭിച്ചത് ഇതിന്റെ സൂചനയായി വിലയിരുത്തുന്നുണ്ട്. കോൺഗ്രസിൽ നിന്ന് ശശി തരൂർ മാത്രമാണ് പ്രസിദ്ധമായ മാരാമൺ കൺവെൻഷനിൽ പ്രസംഗിച്ചിട്ടുള്ളത്. രാഷ്ട്രീയ നേതാക്കളിൽ C. അച്യുതമേനോനും പമ്പാമണപ്പുറത്ത് നടക്കുന്ന കൺവെൻഷനിൽ സംസാരിക്കാൻ അവസരം ലഭിച്ചു. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സുവിശേഷ കൂട്ടായ്മയായ മാരാമൺ കൺവെൻഷനിൽ പ്രസംഗിക്കാൻ ക്ഷണം ലഭിച്ചത് പ്രതിപക്ഷ നേതാവ് VD സതീശന് ലഭിച്ച വലിയ അംഗീകാരമാണ്. രാഷ്ട്രീയത്തിനപ്പുറമുള്ള വേദികളിലേക്ക് ക്ഷണിക്കപ്പെടാനും അവിടെ സംസാരിക്കാനും ശേഷിയുള്ള നേതാക്കൾ ഉണ്ടാവുക എന്നത് കോൺഗ്രസിനും അഭിമാനകരം. NSS ആസ്ഥാനത്തെ പരിപാടിയിലേക്ക് രമേശ് ചെന്നിത്തലയ്ക്ക് ക്ഷണം ലഭിച്ചതും ഇതേ സമയത്ത് തന്നെയാണെന്നത് ശ്രദ്ധേയം. താക്കോൽ സ്ഥാനം സംബന്ധിച്ച ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുടെ പ്രസ്താവനയെ അനുകൂലിക്കാത്തതിന്റെ പേരിൽ കഴിഞ്ഞ 11 വർഷമായി ചെന്നിത്തലയ്ക്ക് പെരുന്നയിലെ പരിപാടിയിലേക്ക് ക്ഷണമില്ല. എന്നാൽ പഴയ പരിഭവം മാറ്റിവെച്ച് സമുദായ നേതൃത്വം ചെന്നിത്തലയെ മന്നം ജയന്തിയിലേക്ക് ക്ഷണിക്കുമ്പോൾ ചെന്നിത്തല കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വീണ്ടും ശക്തനാകുന്നതിന്റെ സൂചന കൂടിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 1 വർഷം ബാക്കി നിൽക്കെ സാമുദായിക പിന്തുണ പ്രകടമാകുന്ന ഈ നീക്കങ്ങൾ കോൺഗ്രസിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നതാണ് ആകാംക്ഷ. 24 തിരുവനന്തപുരം. രാജ്യത്ത് ഗവേഷക വിദ്യാർത്ഥികൾക്കുള്ള NFOBC ഫെലോഷിപ്പ് മുടങ്ങിയിട്ട് 1 വർഷം. 2023 ഡിസംബറിൽ ഫെലോഷിപ്പിന് അർഹത നേടിയ വിദ്യാർത്ഥികൾക്ക് ഇനിയും പണം കിട്ടിയിട്ടില്ല. ഫെലോഷിപ്പ് നൽകാൻ പണം ഇല്ല എന്നാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ മറുപടിയെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. നെറ്റ് പരീക്ഷയിലൂടെ കുറഞ്ഞ മാർക്കിന് JRF നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് NFOBC, NFSC ഫെലോഷിപ്പുകൾ നൽകുക. കഴിഞ്ഞ 1 വർഷക്കാലമായി NFOBC ഫെലോഷിപ്പ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നില്ല എന്നാണ് പരാതി. 2023 ഡിസംബറിൽ നടന്ന നെറ്റ് പരീക്ഷാഫലം പുറത്തുവന്ന് ഫെലോഷിപ്പിന് അർഹരായ വിദ്യാർത്ഥികൾക്കാണ് ഇതുവരെയായും പണം ലഭിക്കാത്തത്. കേരളത്തിൽ മാത്രം 2500ഓളം വിദ്യാർത്ഥികളാണ് ഫെലോഷിപ്പിന് അർഹരായിട്ടുള്ളത്. ഇതിൽ 100 കണക്കിന് വിദ്യാർത്ഥികൾ പണം ലഭിക്കാതെ വന്നതോടെ ഗവേഷണം പാതി വഴിയിൽ അവസാനിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. ബാക്കിയുള്ള എല്ലാവിധ ഫെലോഷിപ്പുകളും കൃത്യമായി വരികയും NFOBCയുടെ ഫെലോഷിപ്പ് മാത്രമാണ് ഇപ്പോൾ ലാസ്റ്റ് കുറേ മന്തായിട്ട് പെൻഡിങ് ആയിരിക്കുന്നത്. OBC പെട്ട സ്റ്റുഡൻസ്ക്ക് തന്നെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഞങ്ങളെ റിസർച്ചും കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകാത്ത ഒരവസ്ഥയിലാണ്. ഫീസ് കൊടുക്കണം, പിന്നെ നമ്മളെ നിത്യചെലവിനുള്ള പൈസ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടൂല. NFOBCയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫണ്ട് കിട്ടാനും ബുദ്ധിമുട്ടാണ്. NFOBC ഫെലോഷിപ്പിലൂടെ ഒരു വിദ്യാർത്ഥിക്ക് HRA ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ഒരു മാസം 45,000 രൂപയോളം ലഭിക്കും. എന്നാൽ ഉയർന്ന തുകയുടെ ഫെലോഷിപ്പിന് അർഹത നേടുകയും പണം ലഭിക്കാതെ വരികയും ചെയ്തതോടെ മറ്റ് ചെറിയ സ്കോളർഷിപ്പ് അപേക്ഷിക്കാനാകുന്നില്ലെന്ന വിദ്യാർത്ഥികൾ. നമുക്ക് 37,000 പ്ലസ് ഇവിടെ HRA ആണ് കിട്ടുന്നത്. അപ്പോൾ അതിന് മുമ്പ് വരെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫെലോഷിപ്പ് ഉണ്ട്, അതായത് ഒരു 8,000 ഇത് ക്ലിയർ ആകുന്നവരെ. പക്ഷേ ഇതിപ്പോൾ വരാത്തതുകൊണ്ട് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫെലോഷിപ്പും ഇല്ല, അതിൻ്റെ കൂടെ തന്നെ ഇതും വരുന്നില്ല. 2022 വരെ UGC നേരിട്ടായിരുന്നു NFOBC, NFSC ഫെലോഷിപ്പുകൾ നൽകിയിരുന്നത്. പിന്നീട് ഫെലോഷിപ്പ് നൽകാനുള്ള ചുമതല സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിന് കീഴിലെത്തിയതോടെയാണ്
പണം ലഭിക്കാതായതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് എംപിമാർ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. 24 കാസർഗോഡ്. ക്രിസ്മസും ന്യൂ ഇയറും ആഘോഷിച്ച ആലപ്പുഴയിലെ വയോജന കൂട്ടായ്മയായ സ്നേഹസയാനം കൈതവന പള്ളിയിൽ നടന്ന ആഘോഷ പരിപാടികൾ സാമൂഹ്യ പ്രവർത്തകനും വ്യവസായിയുമായ ഹാരിസ് രാജ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ സനാതനപുരം വാർഡിലെ 75ഓളം വരുന്ന വയോധികരാണ് ക്രിസ്മസിന് ദിവസങ്ങൾക്ക് മുൻപ് ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തത്. സാമൂഹ്യ പ്രവർത്തകനായ ഹാരിസ് രാജ ഉദ്ഘാടകനായി. നമ്മളെല്ലാവരും ഒരു ഒന്നാണെന്നൊരു തോന്നൽ നമുക്ക് വേണം. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും പരസ്പരം കൂടുതൽ അടുക്കുക, ഇതേപോലെ കൂട്ടായ്മയിൽ പങ്കെടുക്കുക, നമ്മുടെ ബാല്യം ചെറുപ്പമാക്കുക. ആഘോഷത്തിന് മാറ്റുകൂട്ടാൻ കലാപരിപാടികളുമായി ഫ്ലവേഴ്സ് കോമഡി ഉത്സവം താരം മധു പുന്നപ്രയും എത്തി. മെഡിക്കൽ കോളേജിലെ പിള്ളേരെല്ലാം കൂടി ഞങ്ങളെ കീറി മുറിക്കുമല്ലോ, അയ്യോ വയറൊന്നു കീറി പഠിക്കുമല്ലോ, അങ്ങനെ ഞങ്ങളുടെ ഗ്ലാമറെല്ലാം ഒന്നായിരുന്നു നശിക്കയല്ലോ, അങ്ങനെ ഞങ്ങളുടെ ഗ്ലാമറെല്ലാം ഒന്നായിരുന്നു നശിക്കയല്ലോ, പാടും ഞങ്ങളും ആക്രികൾ മഴ പെയ്യുമ്പോൾ ഞങ്ങൾ പോകണത്. സംസ്ഥാന സ്കൂൾ കായികമേളയിലെ വേഗറാണിയായ ആലപ്പുഴ സെന്റ് ജോസഫ് ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനി ആർ ശ്രേയയെയും ഈ വർഷത്തെ ദേശീയ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഒരു സ്വർണം ഉൾപ്പെടെ 3 മെഡലുകൾ കേരളത്തിന് വേണ്ടി സ്വന്തമാക്കിയ എം സുജിത്തിനെയും ചടങ്ങിൽ ആദരിച്ചു. ക്രിസ്മസ് സ്നേഹവിരുന്നും അംഗങ്ങളുടെ കലാപരിപാടികളും നടന്നു. ചടങ്ങിൽ സനാതനപുരം വാർഡ് കൗൺസിലർ മനീഷ സജിൻ അധ്യക്ഷത വഹിച്ചു. വയോജന കൂട്ടായ്മയുടെ സെക്രട്ടറി എസ് ജ്യോതി, വാർഡ് കൗൺസിലർമാരായ വി എൻ വിജയകുമാർ, അരവിന്ദാക്ഷൻ, ADS ചെയർപേഴ്സൺ ഹസീല എന്നിവർ സംസാരിച്ചു. 24 ആലപ്പുഴ. അച്ചടക്ക നടപടികൾക്കായി പ്രത്യേക കോടതിയുമായി സീറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപത. സഭ അച്ചടക്ക നടപടികളെ കാനൂനിക നടപടികളിലൂടെ ക്രമപ്പെടുത്തുന്നതിനാണ് പ്രത്യേക കോടതി. സഭ ആസ്ഥാനമായ മൗണ്ട് സെന്റ് തോമസ് കേന്ദ്രീകരിച്ചായിരിക്കും പ്രത്യേക കോടതിയുടെ പ്രവർത്തനം. ഇതോടെ 24 പൂർത്തിയാകുന്നു.